ആക്ച്വലി ഫാമിലി ആയിട്ട് രാത്രി ഇറങ്ങിയിരിക്കുന്നു. പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ബാംഗ്ലൂരിൽ ഐക്യയിൽ പോണം മരിക്കുന്നതിന് മുന്നേ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഖത്തർ ഐക്യയിലാണ്. ഐക്യയെ കുറിച്ച് കുറേ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഐക്യയിൽ കുറേ നല്ല നല്ല സാധനങ്ങളുണ്ട്. ഈ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് ലൈക്ക് ഈ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അടുക്കിപ്പെറുക്കിയൊക്കെ വെക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഓർഗനൈസേഴ്സാണ് എനിക്ക് മെയിൻ. അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. പല ഐഡിയാസൊക്കെ കിട്ടും. പിന്നെ കുറേ ഉണ്ട്, ബാക്കി പറഞ്ഞുതരാം. സോ അവിടെയാണ് എല്ലാവരും ഉണ്ട്. ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വഴി കാണിക്കാം. നമ്മളത് എൻ്റെ മുറ്റത്തെത്തി. അപ്പോൾ അകത്തോട്ട് കയറിയ ശേഷം കാണിച്ചു തരാം. ഹലോ ജാക്കറ്റ് സുന്ദര, ഒന്ന് ഹായ് പറയൂ. ജാടയില്ലെങ്കിൽ ജാടയുണ്ടോ? പൊളി. ഇത് നമ്മുടെ വീട്ടിലുണ്ട് ഈ മാറ്റ്. കുറെ നടക്കണ്ടല്ലേ? ആ എല്ലാരും തിരിഞ്ഞു നോക്കുവോ? സോ ഗൈസ്, ബേസിക്കലി ഐക്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കാരണം ഇവിടെ മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് റെഡി ടു വെയർ ഫേർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ മനസ്സിൽ വീടൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ എന്തൊക്കെ വെക്കണം, എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, അതായത് ഒരു ബെഡ്റൂമിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ, ഇതൊരു സ്റ്റുഡിയോ റൂമാണ്, അങ്ങനെ സെറ്റ് ചെയ്യും. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. അത് മാത്രമല്ല ഓരോ സാധനങ്ങളും അവർ പ്രൈസ് ടാഗ് ഇട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. സോ അതിൽ ഓരോ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് ടോട്ടലി മൊത്തത്തിൽ മാത്രമല്ല, ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അതാണ് കാര്യം. പിന്നെ ഐക്ക് ആക്ച്വലി ബാംഗ്ലൂരുണ്ട്, ദുബായ് ഉണ്ട്, ഖത്തറുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ്. കാരണം ഞാൻ ലൈഫിൽ ഐക്ക് പോയിട്ടേ ഇല്ല. സോ എൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ പോകാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ അത് മനസ്സിൽ സ്വപ്നം കണ്ടത്. പെട്ടെന്നാണല്ലോ നമ്മൾ ഖത്തറിൽ പോയത്. സോ അങ്ങനെയാണ്. ഇതേ കണ്ടോ, ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അറേഞ്ച്. നമ്മൾ ചില കാര്യങ്ങൾ അടിപൊളിയാന്ന് കരുതി നമ്മൾ മേടിക്കും. പക്ഷേ ഇത് എവിടെ വെക്കണം, എങ്ങനെ വെച്ചാൽ നന്നാവും എന്ന് നമുക്കറിയത്തില്ലായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും. മനസ്സിലായി? അപ്പോൾ അതാണ് സംഭവം. പിന്നെ സിംപിളി പറയുകയാണെങ്കിൽ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള A to Z സാധനങ്ങൾ അവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഐക്യന്ന് ആക്ച്വലി ഒരു ടേബിള്, കമ്പ്യൂട്ടർ വെക്കാൻ വേണ്ടി ഒരു ടേബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര നല്ലതല്ല, അത് വളഞ്ഞു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഫേർണിച്ചറും കാര്യങ്ങളൊന്നും അല്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് മേടിച്ചത്. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. എനിക്കതുകൊണ്ട് അങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ഇവിടെ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ ഈ ചിമ്മിനി. ഇതെടുത്തിട്ട് ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ എഴുതി വെച്ചിട്ട് താഴെ പോയി കാണിക്കുമ്പോൾ ആ സാധനം കൊണ്ടുതരും. അതായത് നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്യണ്ട. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഐക്യെന്ന് എഴുതി പെൻസിൽ. ഇത് കൊള്ളാം. ഫോൺ ഇങ്ങനെ വെക്കുന്ന സാധനം. എന്താ അങ്ങനെ? അത് താഴെയെല്ലാം തട്ടി പൊട്ടിക്കണ്ടേ? താഴെയെല്ലാം റാക്കിരിക്കുമല്ലേ? അവിടെ പൊളിച്ച് വെക്കാന്ന്. നമുക്ക് പോവാം. സച്ചിൻ നമ്മുടെ വീടൊക്കെ പൊളിച്ച് ഇതൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. വെറുതെ തള്ളുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആ അമ്മേരെ കണ്ണ് ചെടിയിലാണ്, തുളസി പോലെ. ഭംഗിയല്ലേ?
കുട്ടി മഗ്, ക്യൂട്ട് ജഗ്. അതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടീപ്പോ. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കുവോ? മറ്റേ ബാസ്ക്കറ്റ്, ഇത് ഫോൾഡ് ചെയ്ത് ബാസ്ക്കറ്റ് ആക്കാൻ പറ്റും. ആഹാ, രണ്ട് യുവം ഇതിനങ്ങൾ ഫോട്ടോ എടുത്തോണ്ട് ടിഷ്യൂ പേപ്പറാ. ഹൗ ക്യൂട്ട്. എന്താ മെറ്റീരിയല്? മുള. ഓക്കെ ബൈ. ഈ വാട്ട അവർക്ക് ഒരു കട്ട്ലറീസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന സാധനം. അച്ഛാ ഓഫീസ് റൂം. പവർ ഉണ്ട് ഇതിൽ നമുക്ക് ചാർജ്, അതിൽ സ്പീക്കർ ഉണ്ട്, ചാർജർ എടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ആക്ച്വലി ലൈക്ക് ക്യാൻറ്റീൻ പോലെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. ഇവിടുത്തെ മീറ്റ് ബോൾസ് ഒക്കെ ഭയങ്കര ലൈക്ക് ടേസ്റ്റി ആണെന്ന് കേട്ടു. എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോവാണ്. ബുക്കാപ്പണ്ടനോ? ബുക്കാപ്പണ്ടൻ നമ്മളിവിടെ അധികം കഴിക്കുന്നില്ല, കാരണം നമുക്ക് സ്പെഷ്യൽ പ്ലേസിൽ ലഞ്ച് കഴിക്കാൻ പോകാം. ഓ, ജസ്റ്റ് ഇവിടെ മീറ്റ് ബോൾസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ. റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് അല്ല, ഇവിടുന്ന് ആക്ച്വലി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് പോയി ചെക്കൗട്ട് ചെയ്യണം. ഫുഡ് കോർട്ട് പോലെ. ഫിലിപ്പിനോട് ഒരു സംഭവമാണ് നാച്ചാടി കൊക്കോ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന. പക്ഷെ അമ്മ എന്ത് വിളിക്കും? ഞാൻ അമ്മ ഇതിനെ ഗുൽഗുലി ദിക്തകം. ഞാൻ മാക്രോണി സാലഡ് ഉണ്ടാക്കും. അതിൽ ഞാൻ ഇതൊക്കെ ഇട്ട് നെക്സ്റ്റ് ടൈം ഐ മീൻ പോകുന്നതിലൊക്കെ ഉണ്ടാക്കാം. ഇതാണ് വെയർ ഹൗസ് ഏരിയ അല്ലേ? ആ, അവർ പറയും ഇന്ന ആയിലിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പോയി എടുത്ത് ഫുൾ പാക്ഡ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു ഫുൾ എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നയിക്കുന്ന ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയിട്ട് കാണിക്കണോ? എനിക്ക് കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങൾ കാണിക്കാൻ വേണ്ടൊന്നുമില്ല. പിന്നെ നമ്മളിനി വേറെ എങ്ങോട്ടാണ് പോവാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വഴിയേ പറയാം. ഇപ്പം തൽക്കാലം കാട് തപ്പി കളിക്കാം. പറ, എന്താ? കൂടുതലൊന്നും വാങ്ങിച്ചില്ല, ഒരു 50,000 റിയാലിന്റെ സാധനം വാങ്ങിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എസ്ദാൻ മോളിലാണ്. എസ്ദാൻ മോളിലേക്ക് കയറാൻ പോവാണ്. സോ ഈ മോളിനകത്ത് ദാമ്പ അങ്ങനെയാന്ന് തോന്നുന്നത്. അത് കഴിക്കാൻ പോവാണ്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര അടിപൊളിയാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. മോള് കാണാനും ഭയങ്കര വൃത്തിയാണ്. കാണിച്ചു തരാം.
what's the main special thing? Yeah, our main special thing is a bottle fish. Okay. Super bottle, okay? Okay. And this is cost 150. Okay. And it Bottled fish, yeah, right? bottle fish. Okay. Your good name? My name is Irene. Sorry? Irene. Okay, fine. Thank you, Irene. Bye. അപ്പോൾ ഗൈസ് ഈ ദാബയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലേറ്റും കാര്യങ്ങളൊന്നും അല്ല, ഈ ഒരു പേപ്പറിലായിരിക്കും ചോറ് വിളമ്പുക. വേറെയും കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതെ, വേഷം മാറിയൊക്കെ നമ്മൾ കഴിക്കണം, നമ്മൾ ഇങ്ങനെ വന്നാലും കഴിക്കാൻ പറ്റത്തില്ല. ഓ, ഇത്രയുണ്ടോ ജ്യൂസ്? അച്ഛൻ്റെ വെള്ളമുണ്ട്, അറിയുന്നില്ല. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ദാബ സീ ഫുഡാണ്. സോ ഇത് ഫിലിപ്പൈനി സീ ഫുഡ് കൈൻഡ് ഓഫ് സംഭവമാണ്. ഇത് ഡ്രിങ്ക്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനകത്ത് ക്രാബ് ഉണ്ടായിരുന്നു, പക്ഷെ കസ്റ്റമൈസ് ചെയ്ത് തന്നു. നമുക്ക് ക്രാബ് വലിയ ഇഷ്ടമല്ല, അപ്പോൾ ഒരു ക്രാബ് മാറ്റിയിട്ട് പകരം അതിൽ പിന്നെയും ബാക്കി സീ ഫുഡൊക്കെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത് കേട്ടോ. ഇത് അടിച്ച് പൊട്ടിക്കാൻ വേണ്ട, നിങ്ങൾ നേരത്തെ കണ്ടല്ലേ മറ്റേ ചുറ്റികൽ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തരും. അത് ക്രാബ് പൊട്ടിക്കാനാണ്. സോ ഇതുപോലെ നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ട്, പിന്നെ കൊഞ്ചിൻ്റെ കണവയുണ്ട്, എന്തൊക്കെയാണ് അയലമീൻ. അപ്പം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കല്ലുമ്മക്കായ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ഒരു സോസി കൈൻഡ് ഓഫ് ഒരു ടേസ്റ്റാണ്. വേറെന്തോ ഒരു സോസ് ഉണ്ടായിരുന്നു, നല്ല യമ്മയായിരുന്നു കേട്ടോ. സോ ആ ഒരു ഈവനിങ് നമ്മൾ എസ്തൻ മോളിൽ കറങ്ങി അങ്ങനെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇതിലുണ്ട് ലാസ്റ്റ്. ബൈ.